ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2026 SLC റിസൾട്ട് നമുക്ക് എങ്ങനെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരിശോധിക്കാമെന്നാണ് നോക്കുന്നത്. ഞാനിവിടെ ഫോണിലാണ് കാണിച്ചു തരുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലും ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ രണ്ട് മെത്തേഡിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അത് രണ്ടും ഞാനിവിടെ കാണിച്ചു തരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് ചെക്ക് ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല. ഈ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇത് കണ്ട് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിസൾട്ട് വന്നാൽ ഉടനെ ചെക്ക് ചെയ്യാൻ സാധിക്കും. റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരേ സമയം ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ സൈറ്റ് ഹാങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 1, 2, 3, 4 തവണയൊക്കെ ട്രൈ ചെയ്താൽ മാത്രമേ അതിനകത്തിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സൈറ്റ് ഓപ്പൺ ആവണമെങ്കിൽ കുറച്ച് ഡിലേ ആയിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവും. ഇപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ ഇത്തരത്തിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക results.kite.kerala.gov.in. ഓക്കെ, അപ്പം ഞാൻ ഇത് സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കാണിക്കാം. അതോടൊപ്പം ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഇതിനകത്തിൽ സൈറ്റിൽ കയറാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇവിടെ താഴെയായിട്ട് ഫോണിൽ നമുക്ക് താഴെയായിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു പേജിലേക്ക് നിങ്ങളിവിടെ എത്തിച്ചേരും. ഇപ്പോൾ നിലവിൽ ഇവിടെ എന്താണ് കാണിക്കുന്നത്? റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. പക്ഷേ റിസൾട്ട് അനൗൺസ് ചെയ്ത ശേഷം നിങ്ങൾ എത്തുന്ന ഹോം പേജ് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ റിസൾട്ട് അനൗൺസ് ചെയ്ത ശേഷം നിങ്ങൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഹോം പേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ SLC റിസൾട്ട്, എക്സാമിനേഷൻ റിസൾട്ട് 2026 ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഇങ്ങനെ ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അടുത്ത പേജ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ എൻ്റർ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണും. ഇവിടെ നിങ്ങൾ റോൾ നമ്പർ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ എന്ന് പറഞ്ഞ് കാണും. അത് നിങ്ങളിവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്യണം. ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ DDMMYY ഡേറ്റ്, മന്ത്, ഇയർ ഈ ഫോർമാറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ ടൈപ്പ് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പം 13 ആണെങ്കിൽ 13 ഇങ്ങനെ ചരിച്ച് ഉള്ള ഇത് നമുക്ക് ഫോണിനകത്തിൽ കീപാഡിൽ അതിൽ മാറ്റി കൊടുത്താൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ചരിച്ചുള്ള ആ ഒരു വര സെലക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നീട് മന്ത് എന്നുള്ള 2ാം മാസം ഫെബ്രുവരി ആണെന്നുണ്ടെങ്കിൽ 02 എന്ന് തന്നെ കൊടുക്കണം. 1 ആണെങ്കിൽ 01 കൊടുക്കണം. പിന്നെ 12ാം മാസമാണെങ്കിൽ 12 തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പം പിന്നെ വർഷം പിന്നെ മൊത്തത്തിൽ 4 അക്കം തന്നെ കൊടുക്കണം, തെറ്റാതെ കൊടുക്കണം. ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വരും. ഇവിടെ വ്യൂ റിസൾട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. അപ്പം ഞാനിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു മെത്തേഡ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി മറ്റൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു മെത്തേഡ് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ അതേപോലെ തന്നെ ഇത്തരത്തിൽ parikshaBhavan.kerala.gov.in ഇങ്ങനെ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ താഴത്തെ ആ ഒരു സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പം വരുന്നത് ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് കയറാനുള്ള ലിങ്ക് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ കാണാൻ സാധിക്കും parikshaBhavan.kerala.gov.in. ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഹോം പേജിലായിരിക്കും നിങ്ങളിവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവും. ഇവിടെ കിടപ്പുണ്ട് ഹോം പേജ്, ഡാഷ്ബോർഡ്, അറിയിപ്പുകൾ, അതോടൊപ്പം അപേക്ഷാ ഫോമുകൾ, സർക്കുലേഷൻ, ഫലം, ഇങ്ങനെ ഒരുപാട് കിടപ്പുണ്ട്. നമുക്കിവിടെ വേണ്ടത് ഇവിടെ റിസൾട്ട് അല്ലെങ്കിൽ ഫലം എന്ന് വരും. ഇവിടെ മലയാളത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫലം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിലൊന്ന് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നത് ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ റിസൾട്ട് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളത് പഴയ റിസൾട്ടിൻ്റെ മൂല്യനിർണ്ണയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് റിസൾട്ട് വരുമ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ഇവിടെ കിടക്കുന്നത് പുനർമൂല്യനിർണ്ണയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് 2026 റിസൾട്ട് വന്ന ശേഷം ഇവിടെ പുതിയൊരു പേജ് വരും. 2026 SLC പരീക്ഷാഫലം 2026 പ്രസിദ്ധീകരിച്ച തീയതി ഉൾപ്പെടെ ഇവിടെ വരും. അപ്പോൾ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ജസ്റ്റ് ഒരു ഇത് സാമ്പിളിന് വേണ്ടി കാണിച്ചാൽ ഇത് സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ പ്രൊസീഡ് ടു എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ സാധിക്കും. കണ്ടോ? അപ്പം ഇത്തരത്തിൽ ഞാൻ 2-3 സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. അപ്പം നിങ്ങൾ 2026 റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോഴും ഇത്തരത്തിലൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ DDMM YY ഫോർമാറ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡേറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ DD എന്ന് പറയുമ്പോൾ 01 ആണെങ്കിൽ, അതായത് 1-ാം തീയതി ആണെങ്കിൽ 01 തന്നെ കൊടുക്കണം. ഓക്കെ. പിന്നെ അതോടൊപ്പം മാസം വരുമ്പോൾ ജനുവരി ആണെങ്കിൽ 01 തന്നെ കൊടുക്കണം, അത് തെറ്റാതെ കൊടുക്കണം. ഇതുപോലൊരു ഈ ഒരു സ്ലാഷ് ഉള്ളതും കൃത്യമായിട്ട് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഈ വ്യൂ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരാളുടെ റിസൾട്ട് നോക്കിയിട്ട് അടുത്ത ഒരാളുടെ റിസൾട്ട് നോക്കണമെങ്കിൽ ചെക്ക് അനദർ റിസൾട്ട് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് 2 മെത്തേഡിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിസൾട്ട് നോക്കാൻ സാധിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇത് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, റിസൾട്ട് വന്നോണ്ടെന്ന് നോക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതുപോലുള്ള ടെക്നോളജി വീഡിയോകൾക്കായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നന്ദി.